വി.ഡി. സതീശൻ സർക്കാരിലെ മന്ത്രിമാർ CPM ഇടതുമുന്നണി പ്രവർത്തകരെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിക്കുന്നു. ഞങ്ങളെ കൊല്ലാനും തല്ലാനും നടന്ന സഖാക്കൾ, ഒരു മന്ത്രിയുടെ ഡ്രൈവർ, മറ്റൊരു മന്ത്രിയുടെ ഓഫീസിൽ ക്ലാർക്ക്. ഇത്തരത്തിലാണെങ്കിൽ മന്ത്രിമാരെ തെരുവിൽ തടയുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപനവുമായി രംഗത്ത് വന്നു. മന്ത്രി KA തുളസിയാണ് ഡ്രൈവറായി DYFI പ്രവർത്തകനെ നിയമിച്ചത്. അതിനെ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയത്. ഇത്തരത്തിലാണ് നിയമനമെങ്കിൽ മന്ത്രിമാരെ തെരുവിൽ തടയുമെന്നും യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി H. സതീഷ് ഫേസ്ബുക്കിലൂടെ മുന്നറിയിപ്പ് നൽകി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലാനും കൈയൊടിക്കാനും കൊലപാതക ഭീഷണി നടത്താനും നിന്ന സഖാവിനെയാണ് മന്ത്രിയുടെ ഡ്രൈവറായി നിയമിച്ചതെന്നാണ് പോസ്റ്റിൽ പറയുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മന്ത്രിയായതുകൊണ്ട് പ്രവർത്തകർക്ക് വേണ്ടി സംസാരിക്കുന്നതിൽ പ്രയാസം കാണുമെന്നും പ്രവർത്തകർക്ക് വേണ്ടി സർക്കാരിൽ വാദിക്കാൻ കെൽപ്പുള്ള ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എത്രയും വേഗം വേണമെന്നും പോസ്റ്റിൽ ആവശ്യപ്പെടുന്നു. പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ഈ ചിത്രത്തിൽ കാണുന്ന യുവാവ് പാലക്കാട് കോൺഗ്രസിൻ്റെ മന്ത്രിയുടെ ഡ്രൈവറായി ഇപ്പോൾ നിയമിതനായ വ്യക്തിയാണ്. എല്ലാ വർഷവും നടക്കുന്ന മുണ്ടൂർ കുമ്മാട്ടിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ തല്ലാനും കൈയൊടിക്കാനും കൊലപാതക ഭീഷണി മുഴക്കിയും നടന്ന സഖാവാണ്. സർക്കാർ വന്നതും ആദ്യം കിട്ടിയ നിയമനങ്ങളിൽ ഒരാൾ, ഞങ്ങൾ കൊണ്ട തല്ലും ഞങ്ങളുടെ ചോരയും നിങ്ങൾക്ക് പുല്ലുപോലെയാണെങ്കിൽ ഈ നേതാക്കളും മന്ത്രിമാരും യൂത്ത് കോൺഗ്രസിനെയും ഞങ്ങൾ നടത്തിയ സമരങ്ങളെയും ആദ്യം തള്ളിപ്പറയുക. അതല്ല, ആ സമരങ്ങളിൽ ഇരുട്ടിൻ്റെ മറവിലും നവകേരള യാത്രയിലും DYFIയും CPM ഗുണ്ടകളും തല്ലിച്ചതച്ചപ്പോൾ തെരുവിൽ തെറിച്ച ചോരത്തുള്ളിയിൽ ചവിട്ടി അധികാരത്തിൽ വന്ന ഒരു സർക്കാർ അവരുടെ സ്റ്റാഫിൽ ഇത്തരത്തിലാണ് നിയമനങ്ങൾ നടത്തുന്നതെങ്കിൽ മന്ത്രിമാരെ തെരുവിൽ തടയും. ഇതാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. അതുപോലെ മുൻമന്ത്രി ശിവൻകുട്ടിയുടെ സ്റ്റാഫ് ഇപ്പോൾ മോൻസി ജോസഫിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ട്. ശിവൻകുട്ടിയുടെ സ്റ്റാഫിലുണ്ടായിരുന്ന അരുൺ വേണുഗോപാലാണ് ഇപ്പോൾ മോൻസി ജോസഫിൻ്റെ സ്റ്റാഫിൽ ചേർന്നിരിക്കുന്നത്. CPM നേതാവായിരുന്ന വേണുഗോപാലിൻ്റെ മകനാണ് അരുൺ വേണുഗോപാൽ. ശിവൻകുട്ടിയുടെ ഓഫീസിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിരുന്നു. ഇപ്പോൾ മോൻസി ജോസഫിൻ്റെ പേഴ്സണൽ സ്റ്റാഫായി അരുൺ നിയമിതനായിരിക്കുന്നു. ഇതൊക്കെ എന്തൊരു തെമ്മാടിത്തരമാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ ആളില്ലാത്തതുകൊണ്ടാണോ CPMൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത്? മോൻസി ജോസഫിന് വേണ്ടി ചുവരെഴുതാനും കൊടി പിടിക്കാനും വീടുകൾ കയറി വോട്ട് പിടിക്കാനും നടന്ന ചെറുപ്പക്കാരെ ആരെയെങ്കിലും വയ്ക്കാമായിരുന്നു. അവരെയൊക്കെ തഴഞ്ഞിട്ട് CPMകാരനെ പേഴ്സണൽ സ്റ്റാഫിലെടുത്തത് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും. ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ. അങ്ങനെയാണെങ്കിൽ കടുത്തുരുത്തിയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച മാണി ഗ്രൂപ്പുകാർ സംശയിക്കണം. CPM വോട്ടുകൾ മോൻസിന് കിട്ടിയോ എന്ന്. ആ ഉപകാരസ്മരണയായിരിക്കും ഈ നിയമനം. അങ്ങനെയും വ്യാഖ്യാനിക്കാം. അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ ഒരിക്കലും മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥി തോൽക്കില്ലായിരുന്നു.